ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 35-ാമത്തെ സർഗമാണ്. കഴിഞ്ഞ സർഗത്തിൽ ശരമ എന്ന രാക്ഷസി സീതയോടെ വിവരങ്ങളൊക്കെ പങ്കുവച്ചത് നമ്മൾ മനസ്സിലാക്കി. ശർമ്മ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ ശബ്ദ കോലാഹലം കേൾക്കുവാൻ കഴിഞ്ഞത്. അത് രാമന്റെ വരവാണ് എന്ന് മനസ്സിലാക്കിയ രാക്ഷസ രാജാവ് തൻ്റെ സജീവന്മാരെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, രാമന്റെ വിക്രമത്തെ പറ്റിയും സമുദ്രം തരണം ചെയ്തതിനെ പറ്റിയും ഭഗവാന്മാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. യുദ്ധത്തിൽ സത്യപരാക്രമരാണ് എന്നിരുന്നാലും നിങ്ങൾ രാമപരാക്രമം അറിഞ്ഞ് യാതൊന്നും മിണ്ടാതെ അന്യോന്യം നോക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ രാവണന്റെ മാതാമഹനായ മാല്യവാൻ എന്ന രാക്ഷസൻ പറഞ്ഞു. രാവണന്റെ മാതാമഹൻ എന്ന് പറയുമ്പോഴും ചില പുസ്തകങ്ങളിൽ രാവണന്റെ അമ്മയുടെ ഇളയച്ഛനായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോഴും അമ്മയുടെ പിതാമഹന്റെ സ്ഥാനം തന്നെയാണ് ഉള്ളത്. ആ രാക്ഷസൻ രാവണനോട് പറഞ്ഞു. ആ സ്ഥാനപ്പേര് നിലനിർത്തിക്കൊണ്ടാണ് ആ രാക്ഷസൻ സംസാരിച്ചത്. അല്ലയോ രാജാവേ, വിദ്യകളിൽ നന്നായി ശിക്ഷണം ലഭിച്ചവനും നയമനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായ രാജാവ് ഏറെക്കാലം അധീശനായി ഭരിക്കും. കാലത്തിനനുസരിച്ച് ശത്രുക്കളെ നേരിട്ടുകൊണ്ടും സ്വപക്ഷത്ത് അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്നവൻ മഹത്തായ ഐശ്വര്യം നേടുകയും ചെയ്യും. ശത്രു ബലവാനാണെങ്കിലും ശത്രു സമാനനാണെങ്കിലും അവഗണിക്കരുത്, സന്ധി ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ശത്രുവിനേക്കാൾ മേലെയാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് രാമനോട് സന്ധി ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ശത്രുതയ്ക്കെല്ലാം ഇടവരുത്തിയ ആ സീതയെ രാമന് കൊടുക്കുന്നതാണ് നല്ലത്. ദേവർഷിമാരും ഗന്ധർവന്മാരും രാമന്റെ ജയം ഇച്ഛിക്കുന്നവരാണ്. ബ്രഹ്മാവ് ധർമ്മം അധർമ്മം എന്ന രണ്ട് ഭാഗത്തെ തിരിച്ചിട്ടുള്ളതിൽ അസുരന്മാർക്ക് അധർമ്മത്തിന്റെ പക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. സുരന്മാർക്ക് ധർമ്മത്തിന്റെ ഭാഗവുമാണ്. അതായത് അമരന്മാർക്ക് ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടാവുകയും രാക്ഷസന്മാർക്ക് അധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ത്വര ഉണ്ടാവുകയും ചെയ്യുന്നു. ധർമ്മം വിജയിക്കുമ്പോഴേ കൃതയുഗം ഉണ്ടാവുകയും അധർമ്മം വിജയിക്കുമ്പോഴേ കലിയുഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ഭഗവാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ധർമ്മത്തെ നിഹനിക്കുകയും അധർമ്മത്തെ പരിഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമൂലം ശത്രുക്കൾ പ്രബലന്മാരായി തീർന്നിരിക്കുകയാണ്. വിഷയങ്ങളിൽ ആസക്തി പൂണ്ടവനായ നീ എന്തും ചെയ്യാൻ ഒരുങ്ങിയവനായി ഋഷികൾക്ക് വളരെയേറെ സങ്കടമുണ്ടാക്കുകയുണ്ടായി. അവരുടെ പ്രഭാവം തടുക്കാനാവാത്തതും ജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യവുമാണ്. തപസ്സുകൊണ്ട് പുണ്യാത്മാക്കളായ അവർ ധർമ്മത്തെ അനുഗ്രഹിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. ആ ദ്വിജന്മാര് ഉത്തമ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് വിധിയാമണ്ണം അഗ്നിയിലെ ഹോമങ്ങൾ അനുഷ്ഠിക്കുന്നു. ആ മന്ത്രോച്ചാരണം മുഴങ്ങുമ്പോഴേ രാക്ഷസന്മാരെ പേടിച്ച് നാനാ ദിക്കുകളിലേക്കും ഓടി ഒളിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ആ ഋഷികളുടെ അഗ്നിഹോത്രത്തിലെ ധൂമം 10 ദിക്കിലും വ്യാപിച്ച് രാക്ഷസന്മാരുടെ തേജസ്സിനെ അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ നേടിയ വരമനുസരിച്ച് ദേവ ദാനവ യക്ഷാദികൾക്ക് മാത്രമാണ് നിന്നെ വധിക്കുവാൻ കഴിയാത്തത്. ഇവിടെ ഗർജിക്കുന്നവർ ദൃഢവ്രതരും വിക്രമശാലികളും മഹാബലവാന്മാരും സൈന്യത്തോടു കൂടിയവരുമായ മനുഷ്യരും വാനരന്മാരും കരടികളും ഒക്കെയാണ്. ഇവിടെ അനേകം ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കുതിര, ഒട്ടകം തുടങ്ങിയവയൊക്കെ രോദനം ചെയ്യുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ രോദനം ശുഭകരമായ അല്ല കേൾക്കുന്നത്. അതുപോലെ ധ്വജങ്ങൾ മുൻപോലെ
മുമ്പെന്ന പോലെ ഇപ്പോൾ ശോഭിക്കുന്ന സ്ഥിതിയിലും അല്ല. ദുഷ്ടമൃഗങ്ങളും കുറുനരികളും എല്ലാം ലങ്കയിലെ ആരാമത്തില് കൂട്ടമായിട്ട് വന്ന് ഭീകരമായ ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. ബലികർമ്മങ്ങൾക്കുള്ള സാമഗ്രികള് ശ്വാനന്മാരെ വന്ന് തിന്നുന്നുണ്ട്. പശുക്കൾ കഴുതയെയും മൂഷികന്മാർ കീരികളെയും സൃഷ്ടിക്കുന്നു. അവർ പരസ്പരം ഇണ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പശുക്കൾ കഴുതകളെയും മൂഷികന്മാര് കീരികളിൽ നിന്നും പിറക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. മാർജാരന്മാര് പുലികളോടും പന്നികൾ നായ്ക്കളോടും രാക്ഷസരോടും മനുഷ്യരോടും ഒക്കെ കിന്നരന്മാരും ഇണ ചേരുന്നു എന്നാണ് 30-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. വീടുകളിലെ തത്തകള് തെറ്റായ അർത്ഥത്തില് അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കുന്ന വിധത്തില് ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. പക്ഷികളും മൃഗങ്ങളും ആദിത്യന്റെ നേരെ നോക്കി ഉറക്കെ കരയുന്നുണ്ട്. കാലം ഗ്രഹങ്ങളിൽ എപ്പോഴും എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാരം മറ്റ് ദുർനിമിത്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാമൻ മനുഷ്യ രൂപം പൂണ്ട വിഷ്ണുവാണ് എന്ന് ഞാൻ കരുതുന്നു. സമുദ്രത്തിലെ അത്യാശ്ചര്യകരമായ സേതു ബന്ധിച്ചവനായ ദൃഢ വിക്രമനായ രാമൻ കേവലം ഒരു മനുഷ്യനാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ രാജാവുമായിട്ട് രാവണ ഭവാൻ സന്ധി ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നന്നായി ആലോചിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മേലിൽ നന്മയ്ക്കായി വേണ്ടത് ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. ഇത്രയും വിവരങ്ങൾ രാവണനോട് പറഞ്ഞതിന് ശേഷം മാല്യവാൻ മൗനം പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 35-ാമത്തെ സർഗം പൂർത്തിയാവുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതിയേ നമഃ.